ഖരം ഉരുക്കി കഴിഞ്ഞാൽ അത് ദ്രവമായി മാറും. അതായത് ഇപ്പൊ സ്വർണ്ണമായാലും ഉരുക്കി കഴിഞ്ഞാൽ അത് ദ്രവമായിട്ട് മാറും. വീണ്ടും വീണ്ടും അതിനെ ചൂടായി കഴിഞ്ഞാൽ അത് വീണ്ടും ദ്രവത്തിൽ നിന്ന് വാതകാവസ്ഥയിൽ മാറി അത് അപ്രത്യക്ഷമാകും. അപ്പം എല്ലാ ദ്രവ്യങ്ങൾക്കും 3 അവസ്ഥകളുണ്ട്. അവ പരസ്പരം മാറ്റാൻ സാധിക്കുന്നതാണ്. അടുത്ത നമ്മള് ദൈവത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ദൈവം? ദൈവം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ആരാധനാമൂർത്തി ആണ് ഓർക്കുന്നത്. ദൈവം എന്ന വാക്കിന്റെ ഒരു ലിറ്ററൽ മീനിങ്, അതിന്റെ ഒരു വാച്യ അർത്ഥം എന്ന് പറയുന്നത് ദിവ്യമായത്, പരിശുദ്ധമായത്, പവിത്രമായതെന്നാണ്. എന്നാൽ ആത്മീയ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ സയൻസിൽ ദൈവം എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുക്കളാണ്. ജീവനുള്ള വസ്തുക്കളുടെ ഊർജ്ജത്തെയാണ് ദൈവം എന്ന് പറയുന്നത്. അതിനെയാണ് ഈ ആത്മാവെന്നൊക്കെ പണ്ട് ആൾക്കാർ പറയുന്നത്, ഊർജ്ജം. കാരണം ഊർജ്ജമില്ലാതെ ലോകത്ത് ഒരു സംഭവം നടക്കത്തില്ല. നമുക്ക് ഏതൊരു വർക്ക് ചെയ്യണമെങ്കിലും ഊർജ്ജം വേണം, ഒരു ക്ലോക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഊർജ്ജം വേണം. ഊർജ്ജമില്ലാതെ ഒരു വസ്തു പോലും ഒരിടത്തും അനങ്ങത്തില്ല. അപ്പം ജീവനുള്ളവയാണ് മൊത്തത്തില് ദൈവം എന്ന് പറയുന്നത്. ജീവനുള്ളവയിൽ 2 തരം വസ്തുക്കളാണ് ഉള്ളത്, സസ്യങ്ങളും ജന്തുക്കളും. ഇത് രണ്ടും ദൈവത്തിന്റെ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ടാണ് പണ്ട് പുരാതനം തൊട്ടേ സനാതന ധർമ്മത്തിലുള്ളവരെല്ലാം ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെയും ആരാധിക്കുന്നത്. പ്രത്യേകിച്ച് ജീവനുള്ളവയെ, മരങ്ങളെ, അതുപോലെ ജന്തുക്കള്, നാഗങ്ങള്, ഇങ്ങനെ ഓരോ ജീവജാലങ്ങളെ ആരാധിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇവയിലെല്ലാം ദൈവത്തിന്റെ അംശമുണ്ട്. കാരണം ദൈവമാണ് ഇവയെല്ലാം സൃഷ്ടിച്ചതും ഇവയിലിരിക്കുന്ന ഊർജവും ദൈവമാണ്. അപ്പൊ ദൈവം എന്ന വാക്കിന്റെ അർത്ഥം ദിവ്യമായത്, പരിശുദ്ധമായത്, പവിത്രമായത്. എന്നാൽ മൊത്തത്തിലുള്ള ദൈവത്തിന്റെ അർത്ഥം ആത്മീയശാസ്ത്രപരമായിട്ട് ജീവനുള്ള വസ്തുക്കളാണ് ദൈവം. ജീവനില്ലാത്ത വസ്തുക്കൾ ദ്രവ്യവും, ജീവനുള്ള വസ്തുക്കൾ ദൈവവും ആകുന്നു. നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. ദ്രവ്യത്തിന് 3 അവസ്ഥകളുണ്ട്. അത് പരസ്പരം കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ജീവനില്ലാത്തവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പൊ ജീവൻ ഉള്ളവയ്ക്ക് ഈ 3 അവസ്ഥകളും ഉണ്ട്. ജീവനുള്ളവയുടെ 3 അവസ്ഥകൾ എന്ന് പറയുന്നത് ജനനം, ജീവിതം, മരണം എന്നാണ്. ഈ ജനനത്തെ നമുക്ക് ദ്രാവകാവസ്ഥ എന്ന് പറയാം. ജനനത്തെ ദ്രാവകാവസ്ഥ. കാരണം ജനിക്കുന്നത്, ഏതൊരു ജീവിയും ജനിക്കുന്ന ജലത്തിലാണ്. ഇപ്പൊ ഒരു കോഴിക്കുഞ്ഞുണ്ടാകുന്ന മുട്ടയിലെ ജലത്തിലാണ്. നമ്മൾ മനുഷ്യർ ജനിച്ചിരിക്കുന്നത് മാതാവിന്റെ ഗർഭത്തിലെ ജലത്തിലാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദ്രാവകാവസ്ഥയാണ്. ദ്രാവകത്തിൽ നിന്ന് നമ്മൾ വീണ്ടും അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ ജനിക്കുന്നു. അമ്മ പ്രസവിച്ച് നമ്മളെ ഭൂമിയിൽ കൊണ്ടുവരുന്നു. അപ്പൊ നമ്മൾ ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ടോട്ടലി ഖരാവസ്ഥയിലേക്ക് മാറുകയാണ്. അവിടെയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്, ഖരാവസ്ഥ. അപ്പൊ നമ്മൾ ജലത്തിൽ നിന്ന് ഖരമായി. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത നമ്മുടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മരിക്കുകയാണ്. മരിക്കുന്നതാണ് എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ഊർജ്ജം പുറത്തു പോവുകയാണ്. നമ്മുടെ ഉള്ളിൽ ഊർജ്ജമായിട്ടിരിക്കുന്നത് ഭഗവാനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഭഗവാന്റെ ഊർജ്ജമാണ് പുറത്തോട്ട് പോകുന്നത്. അത് നമ്മള് വാതകാവസ്ഥയിൽ മാറുകയാണ്. ആ സമയത്ത് നമ്മൾ മരിക്കുമ്പോൾ നമ്മളുടെ ജീവൻ വാതകാവസ്ഥയിലേക്ക് അത് മാറുകയാണ്. ഇവിടെ ഒരു ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ പോലെ ഇവിടെ ഒരു എന്താ പറയുക, സ്പിരിച്വൽ ഫ്യൂഷനും ഉണ്ട്, സ്പിരിച്വൽ ഫിഷനും ഉണ്ട്. സ്പിരിച്വൽ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളെല്ലാം, അതായത് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞ പഞ്ചഭൂതം കൊണ്ട് നിർമ്മിതമാണ്. ഇതിനെക്കുറിച്ച് ഇനി അടുത്തൊരു ക്ലാസ്